ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, ഈ 3 വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിലവിൽ 14,560 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നതായിട്ട് മീറ്ററിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടി കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വണ്ടി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട 2 കംപ്ലയിൻറ്റുകൾ. ഒന്ന്, ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് ചെറിയൊരു ഗട്ടറി ചാടിയാൽ പോലും നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തുനിന്ന്. പിന്നെ ബ്രേക്ക് ജാമായ രീതിയിലുള്ളൊരു പ്രോബ്ലം കാണിക്കണം. ബ്രേക്ക് പിടിച്ചാലും ബ്രേക്ക് സ്മൂത്ത് അല്ല, ബ്രേക്ക് റിട്ടേൺ കറക്റ്റായിട്ട് പോകുന്നില്ല. അത് കേബിളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ 2 കംപ്ലയിൻ്റാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത്. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ലൈനർ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, കേബിൾ ഔട്ടർ വലിഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ കേബിളിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ബ്രേക്ക് റിട്ടേൺ പോകാത്തൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് ബ്രേക്ക് കേബിൾ എത്രയും പെട്ടെന്ന് മാറ്റാം. ഫ്രണ്ടിലത്തെ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഇപ്പോൾ മാറ്റിയില്ലെങ്കിലും ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ കൈയോടെ നമുക്ക് മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്തിടാം. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനാണ്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. കാരണം നല്ല രീതിയിൽ തേയ്മാനം വന്നത് ഇവിടെ നൂലൊക്കെ കണ്ടുപിടിക്കും ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി കളയാം. കാരണം എന്ന് വെച്ചാൽ ഇത് നൂല് കാണുന്നൊരു സ്റ്റേജിലേക്ക് വരെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ പൊട്ടാന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയൊരു ചീട എന്തെങ്കിലും അടിച്ചാൽ പോലും, ഒരു ചരൽ അടിച്ചാൽ പോലും ടയർ പഞ്ചറാവുകയും പൊട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ടയർ എത്രയും പെട്ടെന്ന് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗവും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഇതിൻ്റെ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലച്ച് ഭാഗം വരുന്നത് CVT ക്ലച്ചാണ്, ബെൽറ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും ഓയിൽ ലീക്കോ അല്ലെങ്കിൽ അതല്ല ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഗുലറായിട്ട് വന്ന സർവീസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലച്ചിൻ്റെ ഭാഗം കൂടി ഉൾപ്പെടുത്തി നമുക്ക് ചെക്ക് ചെയ്ത് പോകണം. ഇപ്പം നിലവിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ബെൽറ്റ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കിക്കർ വീലടക്കം നമ്മൾ ക്ലച്ച് അഴിച്ച് കഴിയുമ്പോൾ കിക്കർ വീലടക്കം ക്ലീൻ ചെയ്ത് കിക്കർ വീല് ഗ്രീസ് ചെയ്തിട്ട് ക്ലച്ച് ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കി വിടുന്നുണ്ട് കേട്ടോ. ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഞാൻ തരാം കേട്ടോ. ബാറ്ററി ടെസ്റ്റ് എക്സൈഡിൻ്റെയാണ് ബാറ്ററി ഇരിക്കണേ, ETZ4 മോഡലാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ബെയറിംഗ് ആണ്, അതായത് ഹാൻഡിൽ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ്. കോൺസെപ്റ്റ് എന്ന് പറയും, കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ് കാണിച്ചു തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റണമെങ്കിൽ കൈയോടെ അത് മാറ്റിയിടാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലൂസാണ്. ഫോർക്കിൻ്റെ ഭാഗത്ത് വേറെ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഫോർക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല. പക്ഷേ കോൺസെപ്റ്റാണ് കംപ്ലയിൻറ്റ്. ചെറിയൊരു ഗട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. ആ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നേക്കണമെന്നാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു കാരണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ബാറ്ററിയും പ്ലഗും കൂടി അഴിച്ച് ചെയ്യാൻ ഡീറ്റെയിൽസ് അതിൻ്റെ ടെസ്റ്റ് കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റും കൂടി ഞാൻ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഒന്ന് എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷ്, ഓറിങ് വരും. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറടക്കം ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ, ജസ്റ്റ് കംപ്ലയിൻ്റ് ഉള്ളത് ഞാൻ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ലൈനർ തൽക്കാലം ക്ലീൻ ചെയ്തിടാം. കോൺസെപ്റ്റും അതിനകത്ത് ഉൾപ്പെടുത്തി വിടുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നിങ്ങൾ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഞാൻ അതിനകത്ത് ഇടാം. ബാറ്ററി ടെസ്റ്റും പ്ലഗിൻ്റെ കണ്ടീഷൻ കൂടി അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിൽ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ പ്ലഗും കൂടി നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്. പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്തിടാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആംപിയർ വരുന്ന ബാറ്ററി. ETZ4 ആണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ നമ്മൾ നടത്തിയിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ലോഡ് കൊടുത്ത് നോക്കുകയാണ്. ലോഡ് കൊടുക്കുമ്പോൾ 8.80 ആ റേഞ്ചിൽ വരെ വരുന്നുണ്ട്. തൽക്കാലം വേറെ പ്രോബ്ലമായിട്ട് കാണുന്നില്ല. കാരണം 9 വോൾട്ടിന് താഴേക്ക് വരുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി. ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നുള്ളൂ.
അപ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഒന്നുകൂടി ജസ്റ്റ് പറയാം. കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ കോൺസെപ്റ്റ് ഞാനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ, ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട് എസ്റ്റിമേറ്റിൽ. ബാക്കിലത്തെ ടയർ ഉൾപ്പെടുത്തുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷ്, ഓറിങ്, ഇത്ര ഐറ്റമാണ് നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ കേസും ടയറിൻ്റെ കേസൊക്കെ നമ്മൾ നോക്കിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കൊട്ടേഷൻ ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് ഇട്ട് തരാം. അപ്പോൾ നോക്കാം, അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒഴിവാക്കേണ്ടത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ബാക്ക് ടയറൊക്കെ എത്രയും പെട്ടെന്ന് കളാട്ടോ, എടുത്ത് കളയാം. കോൺസെപ്റ്റ് ഈ പറഞ്ഞ രീതിയുടെ കംപ്ലൈൻ്റ് ആണ്. നോക്കിയിട്ട് എന്തെങ്കിലും പറയും, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ എന്തെങ്കിലും.